അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 10 വെള്ളിയാഴ്ച. അതിശക്തമായ ഉഷ്ണതരംഗം മൂലം സ്പെയിനിലെ അൻഡലൂഷ്യ പ്രവിശ്യയിലുണ്ടായ ശക്തമായ കാട്ടുതീയിൽ 12 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ സ്പെയിനിലെ വിവിധ ഭാഗങ്ങളിൽ ആളിപ്പടർന്ന കാട്ടുതീയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ജനങ്ങളെ വ്യാപകമായി ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വാഹനങ്ങൾക്കുള്ളിൽ കുടുങ്ങിയ നിലയിലാണ് ചിലരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 40 ഡിഗ്രി സെൽഷ്യസിനടുത്തെത്തിയ അതിശക്തമായ ഉഷ്ണതരംഗവും വരണ്ട കാലാവസ്ഥയുമാണ് തീ അതിവേഗം പടരാൻ കാരണമായത്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന കാറ്റ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തിയതും സ്ഥിതി ഗുരുതരമാക്കി. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തി. മരിച്ചവരുടെ എണ്ണം 7 പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇനി ഒരാളെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. കള്ളാടിയിലെ തെരച്ചിൽ 4ാം ദിവസമാണ്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹമാണ് ലഭിച്ചത്. ഇന്നലത്തെ 4 മൃതദേഹം ലഭിച്ചിരുന്നുവെന്ന് ആദ്യം റിപ്പോർട്ടുകളുണ്ടായിരുന്നു. സർക്കാർ ഇടപെട്ടതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞെന്ന് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. തുരങ്കപാത നിർമ്മാണ ജോലികൾ ജൂൺ 5 നിർത്തിവെപ്പിച്ചു. സംഭവത്തിൽ 2 സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിച്ചു. ദുരന്ത നിവാരണ സെക്രട്ടറിയും പരിസ്ഥിതി സെക്രട്ടറിയും അന്വേഷണം നടത്തും. കരാറുകാരെ പഴിച്ചുകൊണ്ടാണ് റിപ്പോർട്ട്. കള്ളാടി ദുരന്തത്തിൽ വിദഗ്ധ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികളെ കണ്ടെത്തേണ്ടെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ വേറെ താൽപര്യങ്ങളുണ്ട്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് മാത്രമേ തുരങ്കപാത നിർമ്മാണം തുടരുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂവെന്നും AP അനിൽകുമാർ പറഞ്ഞു. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിൽ വിവാദ പ്രോസിക്യൂഷൻ ഉത്തരവിൽ നിരുപാധികം മാപ്പ് ചോദിച്ച് K ബിജു IAS. പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിലെ പരാമർശം അനുചിതമായി പോയെന്നും എല്ലാ പദപ്രയോഗങ്ങളും പിൻവലിക്കുന്നതായും ബിജു അറിയിച്ചു. പിഴവ് ബോധ്യപ്പെട്ടതോടെ ഉത്തരവ് പിൻവലിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ മാപ്പപേക്ഷ ഹൈക്കോടതി തള്ളി. സാങ്കേതിക പിഴവ് തിരുത്തി പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർ സർക്കാരിന്റെ ആയുധമാകരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM നേതാവ് M സ്വരാജിനായി പ്രചാരണം നടത്തിയതിന് ഡോക്ടർ ശ്രീകല മുല്ലശ്ശേരിക്ക് മെമ്മോ നൽകിയ കാലിക്കറ്റ് VCയുടെ നടപടി പിൻവലിക്കാനുള്ള സിൻഡിക്കേറ്റ് തീരുമാനം റദ്ദാക്കി. സിൻഡിക്കേറ്റ് യോഗമാണ് തീരുമാനമെടുത്തത്. സർവകലാശാലയിലെ റേഡിയോ CUവിന്റെ ഉപകരണങ്ങൾ പ്രചാരണത്തിനായി ഉപയോഗിച്ചതും ചട്ടലംഘനമെന്നാണ് കണ്ടെത്തിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി കുഴഞ്ഞു വീണ മരിച്ച സംഭവത്തിൽ ജീവനക്കാരുടെ അനാസ്ഥയെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ. ക്യൂവിൽ നിർത്തിയും OP ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞുവിട്ടുമല്ല നെഞ്ചുവേദനയുമായി വരുന്ന രോഗിയെ കൈകാര്യം ചെയ്യേണ്ടതെന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി കൂടിയായ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന 52-കാരനായ രാജേഷ് കുമാർ കുഴഞ്ഞു വീണു മരിച്ച സംഭവത്തിൽ പോലീസിൽ കുടുംബം പരാതി നൽകി. അത്യാഹിത വിഭാഗത്തിലെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ പരിശോധിക്കും. കുംഭമേള വൈറൽ താരത്തിനും ഭർത്താവിനും നൽകിയിരുന്ന പോലീസ് സംരക്ഷണം ഹൈക്കോടതി റദ്ദാക്കി. ഇരുവരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. പെൺകുട്ടിയും ഭർത്താവും നൽകിയ മേൽവിലാസത്തിലോ നമ്പറിലോ ബന്ധപ്പെടാൻ കഴിയുന്നില്ലെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. വിഴിഞ്ഞം വിവാദത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ തള്ളി CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. രാഗേഷ് പറഞ്ഞതിൽ വ്യക്തതയില്ലെന്നും ആവിലും ഇല്ല ദുനിയാവിലും ഇല്ല എന്ന രീതിയിൽ സംസാരിക്കരുതെന്നും PK ശ്രീമതി പറഞ്ഞു. EP ജയരാജന്റെ നിലപാടാണ് തനിക്കെന്നും PK ശ്രീമതി പ്രതികരിച്ചു. മുൻമന്ത്രി KK ശൈലജയും കഴിഞ്ഞ ദിവസം ഇതേ നിലപാട് വെളിപ്പെടുത്തിയിരുന്നു. വിഴിഞ്ഞം തുറമുഖ MD ആയിരുന്ന ദിവ്യ S അയ്യരെ മാറ്റിയ സംഭവത്തിൽ CPMൽ 2 അഭിപ്രായമില്ലെന്ന് CPM നേതാവ് KK ശൈലജ. ദിവ്യയെ മാറ്റിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും KK ശൈലജ വിശദീകരിച്ചു.
വിഴിഞ്ഞം പോർട്ട് MD സ്ഥാനത്തുനിന്ന് ദിവ്യ S. അയ്യരെ മാറ്റിയതിൽ ബഹളം വയ്ക്കുന്ന CPM അദീല അബ്ദുള്ളയെ ആ പദവിയിൽ നിന്ന് മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അദാനിയും MC-യുമായി ചർച്ച നടക്കുന്ന വിവരം തെരഞ്ഞെടുപ്പിന് മുൻപേ എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സംവിധായകൻ സത്യൻ അന്തിക്കാട്, വ്യവസായ പ്രമുഖൻ PK അഹമ്മദ് എന്നിവർക്ക് D.Liറ്റും ശാസ്ത്രജ്ഞനും പത്മഭൂഷൺ ജേതാവുമായ ഡോക്ടർ E.D. ജെമ്മീസിന് ഡോക്ടർ ഓഫ് സയൻസും നൽകി ആദരിക്കാൻ കാലിക്കറ്റ് സർവകലാശാല തീരുമാനിച്ചു. കണ്ണൂർ മണ്ടൂരിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ സ്വകാര്യ ബസ് അപകടക്കേസിൽ ഡ്രൈവർക്ക് 5 വർഷം കഠിന തടവ്. ഏഴോം സ്വദേശിയായ D. രുധീഷിനെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 1.5 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. 2017 നവംബർ 4 ചെറുതാഴത്ത് റോഡരികിൽ നിന്നവർക്കിടയിലേക്ക് പാഞ്ഞുകയറിയാണ് അപകടം ഉണ്ടായത്. നാട്ടിക മുൻ MLA CC മുകുന്ദന്റെ മുൻ PA മസൂദ് K. വിനോദ് അറസ്റ്റിൽ. MLA-യുടെ വ്യാജ ഒപ്പിട്ട് നിയമസഭയിൽ നിന്ന് ഓവർ ടൈം ഡ്യൂട്ടി അലവൻസായി 85,400 രൂപ തട്ടിയെടുത്തതിന് അന്തിക്കാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. MLA-യുടെ വ്യാജ ഒപ്പും സീലും ഉപയോഗിച്ചാണ് പണം തട്ടിയത്. തിരുവനന്തപുരത്ത് CPM-ൽ വിഭാഗീയതയില്ലെന്ന് ജില്ലാ സെക്രട്ടറി V. ജോയി. V. ശിവൻകുട്ടിയും കടകംപള്ളി സുരേന്ദ്രനുമായി യോജിച്ച പ്രവർത്തനമാണ് നടത്തുന്നതെന്നും ജോയി പ്രതികരിച്ചു. മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടുകളിൽ രാഷ്ട്രീയ പാർട്ടികളോ മറ്റ് സംഘടനകളോ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ലെന്നും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നും അമ്പലപ്പുഴ MLA G. സുധാകരൻ. 3 ആഴ്ച മുമ്പ് താനും KC വേണുഗോപാലും കളക്ടറും സൂപ്രണ്ടും പങ്കെടുത്ത യോഗത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ ഇത്തരം ഭക്ഷണ വിതരണം തടയണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും നടപ്പായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയിൽ MDMA-യുമായി ബോഡി ബിൽഡർ പിടിയിൽ. എടത്തല സ്വദേശി മുഹമ്മദ് സാദിഖാണ് കൊച്ചിയിൽ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്ന് 391 ഗ്രാം MDMA പിടികൂടി. രാഷ്ട്രീയ പ്രവർത്തകർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് തമിഴ്നാട് സർക്കാർ വിലക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠനത്തിനുള്ളതാണെന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അരുതെന്നും വിദ്യാഭ്യാസ മന്ത്രി A. രാജമോഹൻ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കി. സെപ്റ്റംബറിൽ 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തം രാഷ്ട്രീയ ചതിയാണെന്നും ആൾക്കൂട്ടം നിയന്ത്രണാതീതമാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയില്ലെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തും. മരിച്ചവരുടെ ആശ്രിതരായ 32 പേർക്ക് വിജയ് സർക്കാർ ജോലി നിയമന ഉത്തരവ് കൈമാറും. തമിഴ്നാട്ടിൽ സർക്കാർ ഓഫീസുകളിൽ ഇനി 1 രൂപ പോലും കൈക്കൂലി നൽകരുതെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിവാദമായ നാസിക്കിലെ TCS മതപരിവർത്തന ലൈംഗിക പീഡന കേസിലെ മുഖ്യപ്രതി നിധ ഖാന് ജാമ്യം. പ്രതി ഗർഭിണിയാണെന്ന വാദം അംഗീകരിച്ചാണ് 75,000 രൂപയുടെ ബോണ്ടിന്മേലും തത്തുല്യ തുകയ്ക്കുള്ള ആൾ ജാമ്യത്തിലും നാസിക് റോഡ് കോടതി ജാമ്യം അനുവദിച്ചത്. ജയിലിൽ കുഞ്ഞിന് ജന്മം നൽകേണ്ടി വരുന്നതിന്റെ മാനസികാഘാതം ഒരു സ്ത്രീക്കും താങ്ങാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണുന്ന ജീവനക്കാരിൽ 25 പേർ കൂട്ടത്തോടെ രാജിവെച്ചു. ഡ്യൂട്ടി സമയം കൂട്ടി, വേതനം വെട്ടിക്കുറച്ചു തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞാണ് രാജിവെച്ചത്. കാണിക്ക എണ്ണുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന SBI ബ്രാഞ്ചിലാണ് രാജി നൽകിയത്. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ പോലീസും ഗുണ്ടാസംഘവും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 ഗുണ്ടകൾ കൊല്ലപ്പെട്ടു. വെടിവെപ്പിൽ 3 പോലീസുകാർക്കും പരിക്കേറ്റു. സുശാന്ത് ലോക് ഫേസ് 2 മേഖലയിലാണ് വിദേശത്തുള്ള കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ ദീപക് നന്ദാളിന്റെ സംഘവും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയത്. കാറിൽ ആയുധങ്ങളുമായി ഗുണ്ടാസംഘം വ്യവസായിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് വിവരം ലഭിച്ച പോലീസ് വലവിരിച്ച് കാത്തിരിക്കുകയായിരുന്നു. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ഉത്തർപ്രദേശിൽ മുൻ അസിസ്റ്റന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണവും സ്വർണവും പിടിച്ചെടുത്തു.
ആഗ്രയിൽ ARTO ആയിരുന്ന ലളിത് കുമാറിന്റെ ലക്നൌവിലുള്ള വസതിയിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത്. 1.62 കോടി രൂപയുടെ കറൻസി നോട്ടുകളും 13 കിലോഗ്രാം സ്വർണവും 9 കിലോഗ്രാം വെള്ളിയും വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന രേഖകളും പിടിച്ചെടുത്തു. 12% കൂടുതൽ ആൽക്കഹോളിന്റെ അളവുള്ള മരുന്നുകളുടെ വിൽപ്പനയ്ക്ക് കർശന നിയന്ത്രണം. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നുകൾ വിൽക്കരുതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഉത്തരവിറക്കി. IAS ഉദ്യോഗസ്ഥരോ അധ്യാപികമാരോ ആകാൻ ആഗ്രഹിക്കുന്നതിന് മുൻപ് സ്ത്രീകൾ നല്ല അമ്മമാരാകണമെന്ന് ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. ഗവർണറുടെ ഉപദേശം ഇതിനോടകം വിവാദമായി കഴിഞ്ഞു. തിഹാർ ജയിലിൽ സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട US പൗരൻ കോടതിയിൽ. ഭീകര പരിശീലന കേസിൽ NIA അറസ്റ്റ് ചെയ്ത മാത്യു ആരോൺ വാൻഡേക്കാണ് പാചകത്തിനുള്ള അനുമതിക്കായി ഡൽഹിയിലെ കോടതിയെ സമീപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ ഗൂഢാലോചന ആസൂത്രണം ചെയ്തെന്ന രഹസ്യ വിവരം ഇസ്രായേൽ അമേരിക്കയ്ക്ക് കൈമാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ 6 ദിവസം നീണ്ടുനിന്ന ശവസംസ്കാര ചടങ്ങുകളിൽ 4 കോടി ജനങ്ങൾ പങ്കെടുത്തതായി ഇറാനിയൻ മാധ്യമങ്ങൾ. ഇറാനുമായുള്ള സൈനിക സംഘർഷം അവസാനിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ രാജ്യം പുതിയ സുരക്ഷാ വെല്ലുവിളികളെ നേരിടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സൗത്ത് ഫ്ലോറിഡയിലെ പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേര് നൽകി സംസ്ഥാന ഭരണകൂടം. പാം ബീച്ച് അന്താരാഷ്ട്ര വിമാനത്താവളം ഇനി പ്രസിഡന്റ് ഡൊണാൾഡ് J. ട്രംപ് അന്താരാഷ്ട്ര വിമാനത്താവളമെന്ന് അറിയപ്പെടും. അണ്വായുധശേഷി വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി ഉത്തര കൊറിയ. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ചേർന്ന വർക്കേഴ്സ് പാർട്ടിയുടെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാറ്റോ ഉച്ചകോടിക്കിടെ നടത്തിയ ഒരു പരാമർശം വിവാദമായി. ഇറാനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ട്രംപ് അബദ്ധത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ജപ്പാൻ എന്ന് പരാമർശിക്കുകയായിരുന്നു. റഷ്യയുടെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ആക്രമണവുമായി യുക്രൈൻ. രാത്രി യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ത്വർ, സ്റ്റാവ്റോപോൾ എന്നിവിടങ്ങളിലെ എണ്ണ സംഭരണശാലകൾക്ക് നാശം. യുക്രൈൻ ആക്രമണത്തിൽ അസോവ് കടലിൽ ഉണ്ടായിരുന്ന 2 എണ്ണ ടാങ്കറുകളും കത്തിനശിച്ചു. മൊറോക്കോയെ തകർത്ത് ഫ്രാൻസ് ലോകകപ്പ് സെമി പ്രവേശനം നേടിയതോടെ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടത്തിൽ എംബാപ്പെ മെസ്സിയെ മറികടന്നു. ഇരുവർക്കും 8 ഗോളുകളാണെങ്കിലും എംബാപ്പയ്ക്ക് 2 അസിസ്റ്റുകൾ കൂടിയുള്ളത് ഗുണം ചെയ്തു. ലോകകപ്പിലെ തന്റെ 20ാം ഗോൾ കൂടിയാണ് എംബാപ്പെ നേടിയത്. 30 വയസ്സ് തികയും മുൻപ് 20 ഗോളുകൾ നേടുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടം കൂടിയാണ് എംബാപ്പെ ഇന്നലെ സ്വന്തമാക്കിയത്. 20 ലോകകപ്പുകളിൽ നിന്നാണ് എംബാപ്പെ ഇത്രയും ഗോൾ നേടിയത്. ലോകകപ്പ് ഗോളുകളുടെ എണ്ണത്തിൽ നിലവിൽ ഒന്നാമതുള്ള മെസ്സി 31 കളികളിൽ നിന്നാണ് 21 ഗോളുകൾ നേടിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.